അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഇഫ് എനി ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. നമുക്ക് താഴെ ഒരു 3 ഫങ്ഷൻസ് തന്നേക്കണം. ഈ 3 ഫങ്ഷൻ്റെയും മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. അത് ഇഫ് എനി എന്നാ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അതായത് എല്ലാ ഫംഗ്ഷനും എപ്പോഴും മിനിമം മാക്സിമം ഉണ്ടാവണമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഈ തന്നേക്കുന്ന ഫംഗ്ഷൻസിന് മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ ആ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3. ഇതിൻ്റെ മിനിമം മാക്സിമം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലുള്ള ഐഡിയ എന്താ വെച്ചാൽ ഇതൊരു ഹോൾ സ്ക്വയർ ആണ്. നമുക്കറിയാം ഏത് സംഖ്യയുടെ സ്ക്വയർ ആയിക്കോട്ടെ, അതായത് ഒരു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം, ഒരു ഹോൾ സ്ക്വയർ എവിടെ കണ്ടാലും ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പറയാം 2x - 1 ഹോൾ സ്ക്വയർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 2x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 എന്ന് പറയുന്നത്, അതായത് ഇവിടെ നമുക്ക് ഒരു 3 ആഡ് ചെയ്യുക, ഇവിടെയും ഒരു 3 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം 2x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 3. അതായത് 2x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയാം. അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ 3 ആണെന്ന് കിട്ടി. ഇനി ഈ ഫംഗ്ഷന് വല്ല മാക്സിമം വാല്യൂ ഉണ്ടോ എന്ന് നോക്കാം. ഇത് 2x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 എന്നാണ് കിടക്കണേ. ഇപ്പോൾ ഒരു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ വലുതാവണം അനുസരിച്ച് ഈ ഹോൾ സ്ക്വയറും വലുതായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഹോൾ സ്ക്വയർ പ്ലസ് 3 എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അതായത് ഇതിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇതിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ ഇല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് എ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇതിന് മിനിമം വാല്യൂ മാത്രമേ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റൂ. മാക്സിമം വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഇൻഫിനിറ്റിയിലൊക്കെ ആയിരിക്കും എത്തുക. ഇനി അതുപോലെ ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ ബി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x plus 2 minus 1 എന്നാണ്. mod x plus 2 minus 1. അപ്പോൾ ഇതിലെ ഈ മോഡ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷൻ എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ mod x plus 2 നമുക്ക് ഉറപ്പിച്ച് പറയാം mod x plus 2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു -1 ആഡ് ചെയ്ത് നോക്കിയാൽ is always greater than or equal to 0 minus 1. അതായത് നമുക്ക് തന്ന എഫ് ഓഫ് എക്സ് എപ്പോഴും -1 വലുതോ ഈക്വലോ ആണെന്ന് കിട്ടി. അതായത് നമ്മുടെ ഈ എഫ് ഓഫ് എക്സിൻ്റെ മിനിമം വാല്യൂ, ഇതിൻ്റെ മോസ്റ്റ് മിനിമം വാല്യൂ -1 ആണെന്ന് കിട്ടി. മിനിമം വാല്യൂ -1 ആണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ മാക്സിമം ആലോചിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ mod x plus 2 എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എക്സിന്റെ വാല്യൂ വലുതാവണ അനുസരിച്ച് mod x plus 2 ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ mod x plus 2 -1 എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതിന്റെ മാക്സിമം വാല്യൂ മിക്കവാറും ഇൻഫിനിറ്റിയിലേക്ക് ആയിരിക്കും അറ്റൈൻ ചെയ്യേണ്ടാവുക. അപ്പോൾ ഇതിന്റെ മാക്സിമം നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഇതുപോലെ നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് 2x പ്ലസ് 5 എന്നാണ് തന്നേക്കുന്നത്. സൈൻ ഓഫ് 2x കഴിഞ്ഞിട്ട് ഒരു +5. ഇപ്പോൾ ഇവിടെ സൈൻ ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഇപ്പോൾ ഈ സൈൻ എക്സ് ആയാലും കോസ് എക്സ് ആയാലും അവർക്കൊക്കെ ഒരു കോമൺ ആയിട്ട് പ്രത്യേകതയുണ്ട്. സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഉത്തരങ്ങൾ -1ൻ്റെയും 1ൻ്റെ ഇടയിലാണ് കിടക്കുക. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ വെക്കാം. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് വേണ്ടത് sin 2x പ്ലസ് 5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇനീക്വാലിറ്റിയുടെ മൊത്തത്തിൽ ഓരോ ടേമിൻ്റെ കൂടെയും 5 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് -1 പ്ലസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin 2x പ്ലസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 5. -1 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് വെച്ചാൽ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വില 4 മുതൽ 6 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക. സോ മിനിമം വാല്യൂ, ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. മിനിമം വാല്യൂ ഈക്വൽ ടു 6, മിനിമം വാല്യൂ ഈക്വൽ ടു മിനിമം 4.
ഈക്വൽ ടു 4. അതുപോലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഇഫ് എനി ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. നമുക്കിപ്പോൾ 1-2 ഫങ്ഷൻസ് തന്നിരിക്കുന്നു. ഇതിൽ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ എഴുതിയേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നേക്കുന്നത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. ഈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിഫൈൻഡ് ഓൺ 0 ലെസ് എക്സ് ലെസ് 2π. ഇതിൽ ഈ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും കണ്ടുപിടിക്കണം. കൂടാതെ ലോക്കൽ മാക്സിമം വാല്യൂ ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാനായിട്ട് നമ്മൾ പഠിച്ച ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സ് മൈനസ് മൈനസ് സൈൻ എക്സ് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കും. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വിചാരിച്ചു. അടുത്ത സ്റ്റെപ്പിൽ ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് ലോക്കൽ മാക്സിമം മിനിമം കാണാനുള്ള ഐഡിയ. എഫ് ഡാഷ് എക്സ് 0 എന്ന് വിചാരിക്കുക. അതായത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് 0 എന്ന് സങ്കല്പിക്കുക. അപ്പോൾ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ സൈൻ എക്സിനെ ഇവിടെ നിർത്തുക, കോസ് എക്സിനെ അപ്പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ദെൻ ഇതിനെ ഫുള്ള് കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻറ്റു കോസ് എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് ബൈ കോസ് എക്സ് ആയി. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് അഥവാ ടാൻ എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ടാൻ എക്സ് ഈക്വൽ ടു -1 ആണെങ്കിൽ ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ഈക്വൽ ടു വെറും 1 ആവുന്നത് π/4 വെച്ചാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആണ് ടാൻ നെഗറ്റീവ് ആവുക. അപ്പോൾ നമുക്ക് ഈ π/4ന്റെ സെക്കൻഡിലെയും ഫോർത്തിലെയും വാല്യൂസ്, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള π/4ന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡിലും ഫോർത്തിലും ഉള്ള ആംഗിളുകൾ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ടാൻ വാല്യൂ -1 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് π/4ന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ആംഗിള് π - π/4, ഫോർത്ത് ക്വാഡ്രന്റിലുള്ള ആംഗിള് -π/4. അതായത് എക്സ് ഈക്വൽ ടു π - π/4 എന്ന് പറഞ്ഞാൽ 3π/4 ഓർ എക്സ് ഈക്വൽ ടു ഈ -π/4 നമുക്ക് വേണമെങ്കിൽ 2π - π/4 എന്ന് എഴുതാം. അതായത് 7π/4 എന്ന് എഴുതാം. ഇത് രണ്ടുമാണ് നമുക്ക് ഈ രണ്ട് പോയിന്റുകളാണ് നമുക്ക് എഫ് ഡാഷ് എക്സ് 0 ആയിട്ട് കിട്ടുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈനെ ഈ പോയിന്റ് വെച്ചൊന്ന് ഇപ്പൊ ഇതാണ് നമ്മുടെ 0 to 2π വരെയാണ് നമ്മുടെ ഡൊമൈൻ തന്നേക്കുന്നത്. ഇതിന്റെ ഉള്ളിലാണ് ഈ രണ്ട് വാല്യൂസും കിടക്കുന്നത്. അപ്പൊ ഇതില് ഒന്നെങ്കിൽ മിനിമം ഉണ്ടാവും അല്ലെങ്കിൽ മാക്സിമം ഉണ്ടാവും. അതിൽ ഏതാ ഉള്ളതെന്ന് അറിയാനായിട്ട് നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് കാണുക. എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടു. എഫ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഡാഷ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പം ഇതാണ് എഫ് ഡാഷ് എക്സ് വരിക. നമ്മൾ ആദ്യം തന്നെ 3π/4 കൊടുക്കുക. അപ്പം അറ്റ് എക്സ് ഈക്വൽ ടു 3π/4. 3π/4 എഫ് ഡബിൾ ഡാഷ് എക്സിന്റെ ആൻസർ നോക്കാം. അപ്പൊ എഫ് ഡബിൾ ഡാഷ് 3π/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് സൈൻ 3π/4 പ്ലസ് കോസ് 3π/4. അപ്പൊ മൈനസ് സൈൻ 3π/4 പ്ലസ് കോസ് 3π/4. അതായത് ഈ മൈനസ് സൈൻ 3π/4 എന്ന് പറഞ്ഞാല് മൈനസ് ഇവിടെയുണ്ട്, സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ 3π/4 സെക്കൻഡ് ക്വാഡ്രന്റില്ല, സെക്കൻഡിൽ സൈൻ പോസിറ്റീവാണ്. അപ്പൊ ഈ ക്വാണ്ടിറ്റി പോസിറ്റീവാണ്, ഫ്രണ്ടിൽ ഒരു മൈനസ് ഉള്ള കാരണം ഇത് നെഗറ്റീവ്. പ്ലസ് കോസ് 3π/4 എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുക, സെക്കൻഡിൽ കോസ് നെഗറ്റീവാണ്. ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ്. നമുക്ക് ഈ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അതായത് എഫ് ഡബിൾ ഡാഷ് എക്സ് നെഗറ്റീവ് ആയിരിക്കും. അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 3π/4 there is a local എഫ് ഡബിൾ ഡാഷ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3π/4 ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് അർത്ഥം. അറ്റ് എക്സ് ഈക്വൽ ടു 3π/4 there is a local maximum.
ഇനി ലോക്കൽ മാക്സിമം വാല്യൂം അപ്പുറം തന്നെ കണ്ടുപിടിച്ചേക്കാം. ലോക്കൽ മാക്സിമം വാല്യൂ ഈക്വൽ ടു കാണാനായിട്ട് എഫ് ഓഫ് എക്സിലെ എക്സ് കാണുന്നിടത്ത് π/4 ഇട്ട് കൊടുക്കുക, 3π/4 ഇട്ട് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇതിൽ എക്സ് കാണുന്നിടത്ത് 3π/4 ഇട്ട് കൊടുക്കുക. അതായത് സൈൻ 3π/4 മൈനസ് കോസ് 3π/4. സൈൻ 3π/4ന്റെ ഉത്തരം 1/√2 മൈനസ് കോസ് 3π/4ന്റെ ഉത്തരം -1/√2. അപ്പോൾ 1/√2 മൈനസ് -1/√2, അതായത് മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയി. അപ്പോൾ നമുക്ക് 2/√2 എന്ന് എഴുതാം. അതിനെ വേണമെങ്കിൽ √2 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 3π/4. ഇനി അടുത്ത ലോക്കൽ മിനിമം വാല്യൂ അത് എവിടെയാണ് വരുന്നത് നിങ്ങളെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബാക്കിയുള്ള 7π/4ലെ f" ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് f" അറ്റ് 7π/4 കൂടി കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ f" ഓഫ് 7π/4, 7π/4 എടുക്കുന്നതും -π/4 എടുക്കുന്നതും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ f" ഇതാണ്. അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ മൈനസ് സൈൻ 7π/4 പ്ലസ് കോസ് 7π/4. ഈ 7π/4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റിലുള്ള ആംഗിൾ ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി നെഗറ്റീവ്, ഇതിൻ്റെ ഈ നെഗറ്റീവ് അങ്ങനെ തന്നെ ഇട്ടു, ഇത് നെഗറ്റീവ് പ്ലസ് കോസ് 7π/4 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ രണ്ട് മൈനസ് ചേരുമ്പോൾ രണ്ട് മൈനസ് ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ അത് പ്ലസ് ആയി. അതായത് ഈ f" 7π/4 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ അർത്ഥം f ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 7π/4. എക്സ് ഈക്വൽ ടു 7π/4 ഈ ഫംഗ്ഷൻ ഒരു ഇവിടെ f" പോസിറ്റീവ് ആണ്, അതായത് ലോക്കൽ മിനിമം കേട്ടോ. f" പോസിറ്റീവ് ആണെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ടെന്നാ പറയുക. അപ്പോൾ ഇവിടെ f" പോസിറ്റീവ് ആയതുകൊണ്ട് f ഓഫ് എക്സ് ഹാസ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 7π/4 എന്ന് കിട്ടി. ഇനി ആ ലോക്കൽ മിനിമം വാല്യൂ കാണാനായിട്ട് ലോക്കൽ മിനിമം വാല്യൂ ഈക്വൽ ടു f ഓഫ് 7π/4 അല്ലെങ്കിൽ -π/4 എന്ന് കൊടുത്താലും മതി. പി എഫ് ഓഫ് എക്സിൽ കൊണ്ട് കൊടുക്കുമ്പോൾ സൈൻ 7π/4 മൈനസ് കോസ് 7π/4 എന്ന് കിട്ടി. സൈൻ 7π/4 എന്ന് പറഞ്ഞാൽ -1/√2, കോസ് 7π/4 എന്ന് പറഞ്ഞാൽ വെറും 1/√2. അപ്പോൾ നമുക്കിവിടെ -2/√2 എന്ന് കിട്ടി. അതായത് -√2 എന്നാണ് ആൻസർ വരിക. ഇതാണ് ഈ ഫംഗ്ഷന്റെ ലോക്കൽ മിനിമം വാല്യൂ. അപ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂം കിട്ടി, ലോക്കൽ മിനിമം വാല്യൂം കിട്ടി, അത് വരുന്ന പോയിന്റുകളും കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ചെയ്യണത്. അതായത് g ഓഫ് എക്സ് ഈക്വൽ ടു 1/x² + 2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നേക്കണു. ഇതിന്റെ ലോക്കൽ മാക്സിമം അതുപോലെ ലോക്കൽ മിനിമം വാല്യൂം കണ്ടുപിടിക്കണം. അതുപോലെ ഏത് പോയിന്റിലാണ് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് ലോക്കൽ മിനിമം എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരെ g' കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് 1/x മോഡലിലാണ് കിടക്കുന്നത്. 1/xന്റെ ഡെറിവേറ്റീവ് -1/x² ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1/x² + 2ന്റെ ഡെറിവേറ്റീവ് അതേ ഓർഡറിൽ -1/x² + 2 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് x² + 2 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x. അപ്പോൾ നമുക്ക് g' ഈക്വൽ ടു -2x/x² + 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഈ g' ഈക്വൽ ടു 0 എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഇത് 0 ആവണമെങ്കിൽ ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഒരു ഫ്രാക്ഷൻ 0 ആവണമെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ 0 ആവണം. അപ്പൊ ഇവിടെ ഇത് 0 ആവണമെങ്കിൽ -2x 0 ആവണം. വിച്ച് ഇംപ്ലൈസ് -2x ഈക്വൽ ടു 0. അതായത് x ഈക്വൽ ടു 0/-2 0. x 0 ആണെങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ അതായത് g' 0 ആവുള്ളൂ. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇതിൽ ഈ ഫംഗ്ഷൻ ഒന്നെങ്കിൽ ലോക്കൽ മാക്സിമം ഉണ്ടാവും അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ടാവും. അതേതാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് g" ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ g" കാണാനായിട്ട് നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം.
ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഇത് യു, ഇത് വി എന്ന് വിചാരിക്കുക. കോഷ്യന്റ് റൂള് യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. അപ്പോൾ ആദ്യം യു ഡാഷ് എടുക്കണം. ഇതിന്റെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു വി അങ്ങനെ തന്നെ എഴുതി, അതായത് x² + 2 ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി, മൈനസ് യു അങ്ങനെ തന്നെ എഴുതി, -2x എഴുതി, ഇൻറ്റു വി ഡാഷ് x² + 2 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. ഇതൊരു x² ഫോമില കിടക്കണം. x² ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ x² + 2 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു x² + 2 ഇൻറ്റു x² ഡെറിവേറ്റീവ് അഥവാ 2x ഓൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, അതായത് x² + 2 ഹോൾ സ്ക്വയർ. x² + 2 ഹോൾ സ്ക്വയർ ഇപ്പോൾ കിടക്കുന്നുണ്ട്, അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ റേസ് ടു 4 എന്ന് കിട്ടി. ഇങ്ങനെയാണ് g′′ x വരിക. അപ്പോൾ ഇതിനൊന്ന് ഭംഗിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ g′′ x = -2 ഇൻറ്റു x² + 2 ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയി, 2 അപ്പോൾ +8x² ഇൻറ്റു x² + 2 ഡിവൈഡഡ് ബൈ x² + 2 ഹോൾ റേസ് ടു 4 എന്നായി. ഇതിൽ ക്യാൻസൽ ചെയ്ത് കളയാനൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. സോ നമ്മൾ x = 0യിൽ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് g′′ 0 കണ്ടുപിടിക്കുക. g′′ 0 എടുക്കുമ്പോൾ ഇവിടെ -2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു, അപ്പോൾ -2 ഇൻറ്റു 2² പ്ലസ് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു, സോ 0 + 2. ഇതുപോലെ ഡിനോമിനേറ്ററിലും എക്സ് കാണുന്നിടത്ത് 0 കൊടുത്തു, അപ്പോൾ 0 + 2 ഹോൾ റേസ് ടു 4. അപ്പോൾ നമുക്ക് ഈ ടേമൊക്കെ 0 ആയിപ്പോയി. ഇവിടെ -2 ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ -8/16, അതായത് -1/2 എന്ന് കിട്ടി. നെഗറ്റീവ് അല്ലേ? ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം f(x) നമുക്ക് തന്നിരിക്കുന്ന g(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാസ് എ ലോക്കൽ മിനിമം അറ്റ് x = 0. അപ്പോൾ നമുക്ക് പറയാം therefore g has a local minimum at x = 0. ലോക്കൽ മാക്സിമം അറ്റ് x = 0. നെഗറ്റീവ് വന്നാൽ മാക്സിമം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഫംഗ്ഷന് x = 0യിൽ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ആ ലോക്കൽ മാക്സിമം വാല്യൂ കാണാനായിട്ട് g(0) കണ്ടുപിടിക്കുക, അതായത് 1/0² + 2, അതായത് 1/2. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം വാല്യൂ 1/2 ആണെന്ന് കിട്ടി അറ്റ് x = 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ഡു നോട്ട് ഹാവ് മാക്സിമ ഓർ മിനിമ. ഇവിടെ നമുക്ക് താഴെ 2 ഫംഗ്ഷൻസ് തന്നേക്കണം. ഈ ഫംഗ്ഷൻസിന് മാക്സിമോ ഇല്ല മിനിമോ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ f(x) = e⁻x എന്ന് തന്നേക്കണം എ ക്വസ്റ്റ്യനിൽ, ബി ക്വസ്റ്റ്യനിൽ g(x) = log(x) എന്ന് തന്നേക്കണം. ഈ 2 ഫംഗ്ഷൻസിനും മാക്സിമോ ഇല്ല മിനിമോ ഇല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എ ക്വസ്റ്റ്യനിൽ f(x) = e⁻x എന്നാണ് തന്നേക്കുന്നത്. f(x) = e⁻x. നേരെ നമ്മുടെ f'(x) കാണും. f'(x) കാണുമ്പോൾ e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ. നമ്മൾ സാധാരണ ചെയ്യുക ലെറ്റ് f'(x) = 0. ഈ f'(x) 0 എന്ന് വിചാരിക്കും, അതായത് e⁻x = 0 എന്ന് സങ്കല്പിക്കുക. e⁻x = 0. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, അതായത് ഇവിടെ f'(x) 0 ആണെങ്കിൽ e⁻x 0 ആണ്. നമുക്കൊരു കാര്യം അറിയാം, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും 0 ആവില്ല. അതായത് e⁻x നെവർ ബിക്കം 0. e⁻x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരിക്കലും 0 ആവില്ല. ഇറ്റ് ഈസ് ഓൾവേസ് നോൺ സീറോ. അപ്പോൾ e⁻x ഒരിക്കലും 0 ആവില്ല, ഇറ്റ് ഈസ് ഓൾവേസ് നോൺ സീറോ. അതുകൊണ്ട് f'(x) ഒരിക്കലും f'(x) not equal to 0. Therefore f(x) does not have any maximum or minimum. ഈ തന്നിരിക്കുന്ന f എന്ന് പറയുന്ന ഫംഗ്ഷന് മാക്സിമം ഉണ്ടാവില്ല, മിനിമം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതുപോലെ തന്നെ ഇതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്, g(x) = log(x). അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ g'(x) കണ്ടുപിടിക്കുക. g'(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log(x)ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്.
ദെൻ നമ്മൾ അടുത്ത ബാക്കി പരിപാടി ചെയ്യാനായിട്ട് ലെറ്റ് ജി ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് സങ്കല്പിക്കുക ചെയ്യാം. അപ്പോൾ ലെറ്റ് ജി ഡാഷ് എക്സ് ഈക്വൽ ടു 0, അതായത് 1/x ഈക്വൽ ടു 0 എന്ന് വിചാരിക്കും. പക്ഷേ വി നോ ദാറ്റ് ഒരു ഫ്രാക്ഷൻ 0 ആവണമെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ 0 ആവണം. പക്ഷെ ഇവിടെ 1 ആണ് ന്യൂമറേറ്ററിൽ വന്നേക്കുന്നത്, അതായത് 1/x ഒരിക്കലും 0 ആവില്ല. ബട്ട് 1/x നോട്ട് ഈക്വൽ ടു 0, അതായത് നമുക്ക് ഇവിടെ തന്നേക്കുന്ന എഫ് ഡാഷ് എക്സ് ഒരിക്കലും 0 ആവില്ല. അതായത് ഈ എഫ് ഡാഷ് എക്സ് ഒരിക്കലും 0 ആവില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ therefore f does not have any maximum or minimum value, not attain any maximum or minimum value. ഇങ്ങനെയാണ് ഈ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് ഫോളോയിങ് ഫങ്ഷൻസ് ഇൻ ദി ഗിവൺ ഇന്റർവെൽസ്. ഇവിടെ രണ്ട് ഫങ്ഷൻസ് തന്നേക്കണം, രണ്ട് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തേക്കണം. ഈ ഇന്റർവെല്ലുകളിൽ ഈ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ വേണം, അബ്സല്യൂട്ട് മിനിമം വാല്യൂ വേണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എ ക്വസ്റ്റ്യനിലേക്ക് ആദ്യം പോവാണ്. എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3. ഇതിന്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണണം ഓൺ ദി ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ -3 1. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് നോക്കുമ്പോഴേ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. സോ ഈ ഇതിന്റെ എഫ് ഡാഷ് എക്സ് എടുക്കുക, എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് മാത്രമായിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വരിക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എഫ് ഡാഷ് എക്സ് എടുക്കാം. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഡെറിവേറ്റീവ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 × x മൈനസ് 1. ഈ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് സങ്കല്പിക്കുക. ഇത് 0 ആവണമെങ്കിൽ x മൈനസ് 1 0 ആവണം, വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഈ എൻഡ് പോയിന്റ്സ് കൂടി എടുക്കാം. അതായത് നമുക്ക് പോയിന്റ്സ് ആയിട്ട് കിട്ടിയേക്കുന്നത് 1 ഉം -3. ഇതിന് ഓരോന്നിലും എഫ് ഓഫ് എക്സിന്റെ വില കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3. അപ്പൊ ആദ്യം എക്സ് ഈക്വൽ ടു 1 കൊടുക്കാം. ഇപ്പൊ എക്സ് 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3, അതായത് 1 മൈനസ് 1 0 സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. ഇനി അടുത്ത എക്സ് ഈക്വൽ ടു -3 കൊടുക്കുക, അതായത് നമ്മുടെ ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ് കൊടുത്തു -3. അപ്പൊ -3 മൈനസ് 1 ഹോൾ സ്ക്വയർ, അതായത് -4ന്റെ സ്ക്വയർ 16 പ്ലസ് 3. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു -3 19 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു -3 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ആൻസർ 19 എന്ന് കിട്ടി. നമുക്കിപ്പോൾ കിട്ടിയ ആൻസറുകളിൽ ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് മിനിമം, ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈക്വൽ ടു 3. അബ്സല്യൂട്ട് മിനിമം വാല്യൂ 3 ആണ്. അതുപോലെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 19 ആണ്. ഇത് മിനിമം വരുന്നത് x ഈക്വൽ ടു 1 മാക്സിമം വരുന്നത് x ഈക്വൽ ടു -3 ഇതേപോലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നേക്കണു, ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -2 2. ഈ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഇതിന്റെ അബ്സല്യൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എഫ് ഡാഷ് എക്സ് എടുത്തു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്, അപ്പോൾ എഫ് ഡാഷ് എക്സ് പറഞ്ഞാൽ 3x സ്ക്വയർ. ഇനി എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് സങ്കല്പിക്കുക. അപ്പോൾ 3x സ്ക്വയർ ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ആകെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വരിക എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് മാത്രമാണ്, അതായത് ഒറ്റയ്ക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉള്ളൂ, x ഈക്വൽ ടു 0. ഇനി നമുക്ക് നേരെ പോയിന്റ്സ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഇവിടെ പോയിന്റ്സ് ആയിട്ട് വരിക ഒരെണ്ണം x ഈക്വൽ ടു 0, പിന്നെ ഈ ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ്സ്, അതായത് x ഈക്വൽ ടു -2, അതുപോലെ x ഈക്വൽ ടു 2. 0യിൽ ഇപ്പോൾ x ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ആൻസർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ആൻസർ 0 ക്യൂബ് 0. x ഈക്വൽ ടു -2 ആണെങ്കിൽ -2 ക്യൂബ് -8. എഫ് ഓഫ് x ഈക്വൽ ടു 2 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് 2 ക്യൂബ് അഥവാ വെറും 8. അപ്പോൾ ഈ കിട്ടിയേക്കണേൽ
ഏറ്റവും മിനിമം -8ഉം ഏറ്റവും മാക്സിമം വെറും 8ഉം. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ, ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. ഇത് അബ്സല്യൂട്ട് മിനിമം വാല്യൂ, ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് എ കമ്പനി ക്യാൻ മേക്ക് ഇഫ് ദ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ പി ഓഫ് എക്സ് ഈക്വൽ ടു 41 - 72x - 18x². അതായത് ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ അവരൊരു ഫംഗ്ഷൻ ആക്കി എഴുതി വെക്കണം. അതൊരു എക്സ് എന്ന വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 41 - 72x - 18x² എന്ന് തന്നേക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിക്ക് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 41 - 72x - 18x². ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. ഇതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ P' കാണും എന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണും. അപ്പോൾ 41 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. ഇത് -72 - 18x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 18 × x² ഡെറിവേറ്റീവ് 2x, അപ്പോൾ -36x. ഇതിൽ ഈ രണ്ട് ടേമിലും -36 കോമൺ ആണ്, സോ നമുക്കത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ -36 × 2 അല്ലെങ്കിൽ 2 + x എന്ന് കിട്ടി. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ P' ഇങ്ങനെ -36 × 2 + x എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ലെറ്റ് എഫ് P' ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. ഈ P' 0 എന്ന് വിചാരിക്കുക. ഇത് എപ്പോഴാണ് 0 ആവുക? ഇത് 0 ആവണമെങ്കിൽ 2 + x, which implies 2 + x equal to 0, which implies x equal to -2. അപ്പോൾ ഈ പറയുന്ന P' 0 ആവണമെങ്കിൽ x -2 ആവണം. നമുക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇവിടെ x equal to -2 ഒന്നെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു മാക്സിമം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനൊരു മിനിമം ഉണ്ടാവും. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ P" കാണും. അപ്പോൾ P' ഇങ്ങനെയാണെങ്കിൽ P" എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -36. അപ്പോൾ P" -2 എന്ന് പറയുന്നതും -36 തന്നെ, അതായത് നെഗറ്റീവ് എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം P ഓഫ് എക്സ് ഹാസ് എ P" നെഗറ്റീവ് ആണ് അറ്റ് x equal to -2. അതിൻ്റെ അർത്ഥം P ഓഫ് എക്സ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് x equal to -2. നമുക്ക് P ഓഫ് എക്സ് മാക്സിമം ആവണത് എക്സിന് -2 കൊടുക്കുമ്പോഴാണെന്ന് കിട്ടി. അതായത് പ്രോഫിറ്റ് മാക്സിമം ആവണത് എക്സിന് -2 കൊടുക്കുമ്പോഴാണെന്ന് കിട്ടി. ഇനി നമുക്ക് ആ മാക്സിമം പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ P ഓഫ് എക്സ് 41 - 72x - 18x² എന്നാണ് തന്നേക്കണേ. അപ്പോൾ അതിൽ എക്സ് കാണുന്നിടത്ത് നമുക്ക് -2 കൊടുക്കാം. അപ്പോൾ 41 - 72x, അതായത് 72 × -2 -18x², അതായത് 18 × -2². അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 41 അങ്ങനെ തന്നെ എഴുതി. -72 × -2 എന്ന് പറഞ്ഞാൽ +144. ഇവിടെ -2ന്റെ സ്ക്വയർ 4 ആണ്. -18 × 4 എന്ന് പറഞ്ഞാൽ -72. അപ്പോൾ നമുക്ക് ആൻസർ വരിക, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 185 - 72 113 എന്നാണ് കിട്ടുക. അതായത് ആ കമ്പനിക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് 113 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മാക്സിമം വാല്യൂ ഓഫ് 2x³ - 24x + 107 ഇൻ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ 1, 3. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് കരുതുക. ഈ ഫംഗ്ഷന് ക്ലോസ്ഡ് ഇന്റർവൽ 1, 3ലുള്ള മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ക്ലോസ്ഡ് ഇന്റർവൽ 1, 3ല് അബ്സല്യൂട്ട് മാക്സിമം കണ്ടുപിടിക്കണം. ഇതേപോലെ ഈ സെയിം ഫംഗ്ഷന് ഈ പറഞ്ഞ ക്ലോസ്ഡ് ഇന്റർവൽ -3, -1ല് അബ്സല്യൂട്ട് മിനിമം അബ്സല്യൂട്ട് മാക്സിമം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നേക്കണോ, അതിന് കറസ്പോണ്ടിങ് 2 ഇന്റർവെല്ലുകൾ തന്നേക്കണം. ആ 2 ഇന്റർവെല്ലുകളിൽ ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏത് ഫംഗ്ഷന്റെ മാക്സിമം കാണാനായിട്ട് നമ്മൾ എഫ് ഡാഷ് എക്സ് എടുക്കുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 2 കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 24xന്റെ 24. അപ്പോൾ 2 ഇൻറ്റു 3x² മൈനസ് 24, അതായത് 6x² മൈനസ് 24 എന്ന് കിട്ടി. നമ്മൾ ഈ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. അതായത് 6x² മൈനസ് 24 ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 6x² മൈനസ് 24 ഇപ്പുറത്തേക്ക് എടുത്തു, ഈക്വൽ ടു 24. 6 അപ്പുറത്തേക്ക് കൊടുത്തു, അപ്പോൾ 24/6, അതായത് x² ഈക്വൽ ടു 4 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം x ഈക്വൽ ടു +or -2. അപ്പോൾ എക്സിന് +2ഉം -2ഉം കിട്ടി. ഇത് രണ്ടുമാണ് ഈ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അതായത് ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് വരുള്ളൂ. അതായത് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് +2ഉം -2. ഇനി ഞാൻ ആദ്യം തന്നെ ക്ലോസ്ഡ് ഇന്റർവൽ 1-3 മാക്സിമം കാണാൻ പോവാണ്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 1-3 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് +2 മാത്രമാണ്. -2 ഇതിന്റെ ഉള്ളിൽ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് എടുത്തു, x ഈക്വൽ ടു 2. അതിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൊണ്ടു. അപ്പോൾ 2 × 2³ മൈനസ് 24 × 2 പ്ലസ് 107 വാല്യൂ കാണുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ എൻഡ് പോയിന്റ്സ് എടുക്കുക. ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ് x ഈക്വൽ ടു 1 എടുത്തു. 1ന്റെ വാല്യൂ 85 എന്നാണ് കിട്ടുക. ഇതുപോലെ x ഈക്വൽ ടു 3 എടുത്തു. 3യുടെ വാല്യൂ 89 എന്ന് കിട്ടി. ഇപ്പം ഇതിലെ മാക്സിമം വാല്യൂ ഏതാ? 89 ആണ് ഇവിടുത്തെ മാക്സിമം വാല്യൂ. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 1-3 ഈസ് 89. അത് വരുന്നത് അറ്റ് x ഈക്വൽ ടു 3. x ഈക്വൽ ടു 3 മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യണത്. ആ മാക്സിമം വാല്യൂ 89 ആണെന്ന് കിട്ടി. ഇനി ഇതുപോലെ അറ്റ് x ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -3 1 എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ -3 -1 വിചാരിക്കുക. അതായത് ഈ ഇന്റർവെൽ എടുക്കുക, ക്ലോസ്ഡ് ഇന്റർവൽ -3 -1 എടുക്കുക. അവിടെ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കാണാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പോയിന്റ്സിൽ -2 ഉണ്ട്, 2 ഉണ്ട്. അതിൽ 2 ഇതിൽ പെടില്ല, ഇതിൽ പെടുക -2 മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ക്രിട്ടിക്കൽ പോയിന്റ് എടുത്തു, x ഈക്വൽ ടു -2. അതിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × -2³ മൈനസ് 24 × -2 പ്ലസ് 107. ഇപ്പോൾ 2 × -2³ എന്ന് പറഞ്ഞാൽ 2 × -8 -16 എന്ന് കിട്ടി. -24 × -2, അതായത് -16 പ്ലസ് 48, അപ്പോൾ തന്നെ 32 32 പ്ലസ് 107 139 എന്ന് കിട്ടി. അതുപോലെ ഇനി എൻഡ് പോയിന്റ്സ് എടുത്തു. അപ്പോൾ x ഈക്വൽ ടു -3, അതിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൊണ്ടു 125. അടുത്ത x ഈക്വൽ ടു -1 എടുത്തു, അവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൊണ്ടു 129. ഇതിലെ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് 139 ആണ് ഇതിലെ ഏറ്റവും മാക്സിമം വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എക്സിസ്റ്റ് അറ്റ് x ഈക്വൽ ടു -2. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് പോയിന്റ്സ് ഇൻ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ 0 to 2π ഡസ് ദ ഫംഗ്ഷൻ sin 2x attain its maximum value? 0 to 2π ക്ലോസ്ഡ് ഇന്റർവൽ 0 to 2π sin 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ sin 2x നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin 2x എന്ന് വിളിച്ചു. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. മാക്സിമം വാല്യൂ കാണാനായിട്ട് ആദ്യം നമുക്ക് എഫ് ഡാഷ് എക്സ് കാണാം. sin 2xന്റെ ഡെറിവേറ്റീവ് sin xന്റെ ഡെറിവേറ്റീവ് cos x, അതേപോലെ sin 2xന്റെ ഡെറിവേറ്റീവ് cos 2x ഇൻറ്റു 2xന്റെ ഡെറിവേറ്റീവ് 2. അപ്പോൾ നമുക്ക് cos 2x ഇൻറ്റു 2 എന്ന് എഫ് ഡാഷ് എക്സിൻ്റെ ഉത്തരം കിട്ടി. അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0, അതായത് ഈ cos 2x ഇൻറ്റു 2 ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ ഇൻറ്റു 2നെ അപ്പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് cos 2x ഈക്വൽ ടു 0/2, അതായത് cos 2x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ കോസിന് ഏത് ആംഗിൾ കൊടുത്താലാണ് ഉത്തരം 0 വരിക? അപ്പോൾ cos π/2 0 ആണ്. അപ്പോൾ 2xന്റെ സ്ഥാനത്ത് π/2 വന്നാൽ 0 കിട്ടും. ഓർ ഈ 2xന്റെ സ്ഥാനത്ത് 3π/2 വന്നാൽ 0 കിട്ടും. അതും അല്ലെങ്കിൽ 2xന്റെ സ്ഥാനത്ത് 5π/2 വന്നാൽ 0 കിട്ടും. പിന്നെ 2xന്റെ സ്ഥാനത്ത് 7π/2 വന്നാലും ഉത്തരം കിട്ടും. ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ അതായത്
ഇപ്പൊ കിട്ടിയ ഈ 2x കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സുകൾ എടുത്താൽ അതൊക്കെ ഈ ഇന്റർവെല്ലിലാവും ഉണ്ടാവുക. ഇനി 9π/2 ഒക്കെ ഉണ്ട്, പക്ഷെ അപ്പൊ എടുക്കുന്ന എക്സ് ഇന്റർവെല്ലിൽ ഉണ്ടാവില്ല. സോ നമുക്ക് ഇത്രയും മതിയാവും. അപ്പൊ 2x = π/2 ആണെങ്കിൽ x = π/4. ഇതാണ് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. ഇതുപോലെ ഇവിടെ x = 3π/4, അതാണ് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ x = 5π/4, then x = 7π/4. ഇതൊക്കെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. 4 ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി ഏതെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇപ്പൊ നമ്മൾ f' x = 0 എന്ന് കൊടുത്തിട്ട് അതിന് കിട്ടുന്ന ആൻസറുകളാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ കൂടെ f' അല്ലാണ്ട്, അതായത് f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാം. അതിനെ ക്രിട്ടിക്കൽ പോയിന്റിൽ കൂട്ടും. പക്ഷേ ഇതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. സോ ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ് ഒന്നും കിട്ടാനില്ല. സോ ഇത് 4 നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ അതിൽ ആദ്യം x = π/4 എഴുതി, x = 3π/4 എഴുതി, then x = 5π/4, അതുപോലെ x = 7π/4 ഉണ്ട്. ഇത് 4 ക്രിട്ടിക്കൽ പോയിന്റ്സ് എടുത്ത് എഴുതി. ഇനി ഇത് കൂടാതെ ഇവിടുത്തെ എൻഡ് പോയിന്റ്സ് നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ 0 to 2π ആണ്. അപ്പോൾ ആ എൻഡ് പോയിന്റ്സും എടുക്കുക. x = 0, x = 2π. ഈ ഓരോ പോയിന്റിലും f(x)ന്റെ വാല്യൂ കാണും. അപ്പോൾ π/4 f(x)ന്റെ വാല്യൂ കാണുമ്പോൾ sin 2 × π/4, അതായത് sin π/2 1 എന്ന് കിട്ടി. 3π/4 വാല്യൂ കാണുമ്പോൾ 2ഉം 4ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ sin 3π/2 എന്ന് കിട്ടി. ഈ 3π/2 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുക. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം -1. ഇതുപോലെ എക്സിൻ്റെ സ്ഥാനത്ത് 5π/4 കൊടുത്താൽ sin of 2 × 5π/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ sin 5π/2. sin 5π/2 എന്ന് പറഞ്ഞാൽ sin of 2π + π/2, അതായത് അതിൻ്റെ ഉത്തരം 1 ആണ്. ഇതേപോലെ sin of 2 × 7π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7π/2 ആണ്. 7π/2 എന്ന് പറഞ്ഞാൽ 2π + ഇപ്പോൾ 2 × വെട്ടിപ്പോയി 7π/2 എന്നാണ് വരിക. ഇപ്പോൾ sin 7π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin of 2π + 3π/2 ആണ്. അതായത് അതിൻ്റെ വാല്യൂ sin 3π/2 ഈക്വൽ ആണ്, അതായത് -1 ആണ്. ഇനി 0 കൊടുക്കുകയാണെങ്കിൽ sin 2 × 0. sin 2 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 0 0 ആണ്. 2π കൊടുക്കുകയാണെങ്കിൽ sin 2 × 2π, അതായത് sin 4π എന്ന് കിട്ടും. sin 4πയുടെ ഉത്തരവും 0 ആണ്. സോ ഇതിലെ ഏറ്റവും മാക്സിമം വരുന്നത് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആബ്സല്യൂട്ട് മാക്സിമം വരിക x = π/4 x = 5π/4 ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് അറ്റ് x = 1 ദ ഫംഗ്ഷൻ x⁴ - 62x² + ax + 9 attains its maximum value on the interval closed interval 0 to. Then find value of a. അതൊരു ഫംഗ്ഷൻ തന്നേക്കണം x⁴ - 62x² + ax + 9. ഇത്തരത്തിലൊരു ഫംഗ്ഷൻ തന്നേക്കണം. ഈ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ 0 to ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് വെക്കുക. ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0 to x = 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അവർ പറഞ്ഞേക്കാണ് x = 1 ഈ ഫംഗ്ഷൻ ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ വില കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ ഫംഗ്ഷന് x = 1 ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം f'1 0 ആയിരിക്കുമെന്നാണ്. നമ്മളൊരു തിയറായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഒരു c എന്ന് പറയുന്ന പോയിന്റിൽ അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടെങ്കിൽ f'(c) 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് f(x) തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ f'(x) കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ f'(x) എന്ന് പറയുമ്പോൾ x⁴ ഡെറിവേറ്റീവ് 4x³ മൈനസ് 62x² ഡെറിവേറ്റീവ് 62 × x² ഡെറിവേറ്റീവ് 2x, അപ്പോൾ 124x പ്ലസ് a. ഇതാണ് നമ്മുടെ f'(x). ഇനി ഇതിന് x = 1 ഒരു മാക്സിമം വാല്യൂ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, വിച്ച് ഇംപ്ലൈസ് f'1 = 0. അങ്ങനെ x = 1 ഒരു മാക്സിമം വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം f'1 0 ആണ്. അതായത് 4 × 1³
മൈനസ് 124 ഇൻറ്റു 1 പ്ലസ് എ ഈക്വൽ ടു 0. 4 ഇൻറ്റു 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 മൈനസ് 124 പ്ലസ് എ ഈക്വൽ ടു 0. നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസ് 120 പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എ ഈക്വൽ ടു 120. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് 2 numbers whose sum is 24 and product is large as possible. 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം, അതിൻ്റെ സമ്മ് 24 ആവണം, പ്രൊഡക്റ്റ് മാക്സിമം ആവണം. അപ്പോൾ സമ്മ് 24ഉം പ്രൊഡക്റ്റ് മാക്സിമം ആയിട്ടുള്ള 2 നമ്പർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള 2 നമ്പേഴ്സ്, ഒരു നമ്പർ എക്സ് എന്നും അടുത്ത നമ്പർ വൈ എന്നും വിചാരിച്ചു. അപ്പോൾ ലെറ്റ് എക്സ് കോമ വൈ ബി ദി നമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 നമ്പേഴ്സ് ആയിട്ട് എക്സും വൈ എന്ന് നമ്മൾ വിചാരിച്ചു. ലെറ്റ് എക്സ് കോമ വൈ ബി ദി നമ്പേഴ്സ്. എക്സും വൈയും ആണ് ഇത്തരത്തിലുള്ള സംഖ്യകളെന്ന് സങ്കല്പിച്ചു. അപ്പോൾ ഈ 2 സംഖ്യകളുടെ സം 24 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24. നമുക്ക് പ്രൊഡക്റ്റ് ഏറ്റവും ലാർജ് ആക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ, ഇത് നമുക്ക് മാക്സിമം ആക്കണം. ഈ പ്രൊഡക്റ്റ് മാക്സിമം ആക്കണം. അപ്പോൾ ആരെയാണോ മാക്സിമം ആക്കേണ്ടത് അതിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. പക്ഷേ ഇതിൽ എക്സും വൈയും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ വേരിയബിളിൻ്റെ ടൈമിലാക്കണം. അതിനുള്ള ഐഡിയ എന്താ വെച്ചാൽ ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24 തന്നിട്ടുണ്ട്, വിച്ച് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു 24 മൈനസ് എക്സ്. ഇതിനെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏരിയ എന്നുള്ളത് എക്സ് ഇൻറ്റു വൈക്ക് പകരം 24 മൈനസ് എക്സ് ഇങ്ങനെ കിട്ടി. ഇതിനെയാണ് നമുക്കിനി മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 24 എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഏരിയ. അപ്പോൾ ഏരിയയുടെ ഫംഗ്ഷൻ എന്നുള്ള കാരണം നമുക്ക് തന്നെ എ ഓഫ് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇയാളെ മാക്സിമൈസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പരിപാടി. ഇയാളുടെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇയാൾക്ക് ഏറ്റവും മാക്സിമം വരുന്നത് എപ്പോഴാണ്, എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എഫ് ഡാഷ് എക്സ് എടുത്തു. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് 24 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 24 മൈനസ് 2x. എന്നിട്ട് ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. എഫ് ഡാഷ് എക്സ് 0 ആണെന്ന് സങ്കല്പിക്കുക. അതായത് 24 മൈനസ് 2x ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് 2xനെ അപ്പുറത്തേക്ക് എടുത്തു. അതായത് 24 ഈക്വൽ ടു 2x. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2നെ ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 24/2 12 എന്ന് കിട്ടി. അപ്പോൾ ദെയർഫോർ എക്സ് ഈക്വൽ ടു 24/2 12. എക്സ് 12 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എത്രയാണെന്ന് നോക്കുക. വൈ പറഞ്ഞാൽ 24 മൈനസ് എക്സ് അല്ലേ. അപ്പോൾ എക്സ് 12 ആണെങ്കിൽ y ഈക്വൽ ടു 24 മൈനസ് എക്സ്, അഥവാ വൈയും 12. ഇനി എക്സ് 12 എന്നുള്ളത് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഈ പോയിന്റിൽ ഒന്നെങ്കിൽ മിനിമം ഉണ്ടാവും അല്ലെങ്കിൽ മാക്സിമം ഉണ്ടാവും. അത് ഏതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അപ്പോൾ ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം കേട്ടോ. എ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഏരിയയുടെ ഫംഗ്ഷൻ എന്നുള്ള അർത്ഥത്തിൽ എ ഓഫ് എക്സ് എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ജനറൽ ആയിട്ട് എപ്പോഴും എഫ് ഓഫ് എക്സ് തന്നെ വിളിക്കാം, അതാണ് നല്ലത്. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണും, അതായത് എഫ് ഡബിൾ ഡാഷ് എക്സ് കാണും. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 24 മൈനസ് 2x. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2xൻ്റെ -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം എഫ് ഹാസ് എ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 12 അറ്റ് എക്സ് ഈക്വൽ ടു 12. ഇപ്പോൾ എക്സ് 12 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ ഒരു മാക്സിമം ഉണ്ട്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ്, ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ, പ്രൊഡക്റ്റ് മാക്സിമം ആവണമെങ്കിൽ എക്സ് 12 ആവണം. അതായത് പ്രൊഡക്റ്റ് ഈസ് മാക്സിമം ഇഫ് എക്സ് ഈക്വൽ ടു 12 ആൻഡ് വൈ ഈക്വൽ ടു 12. എക്സ് 12 ആണെങ്കിൽ വൈയും 12 തന്നെ. അപ്പോൾ എക്സും വൈയും 12 ആവുമ്പോഴാണ് സമ്മ് 24ഉം പ്രൊഡക്റ്റ് ഏറ്റവും മാക്സിമം ആവണത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഹൂസ് സം ഈസ് 16 ആൻഡ് സം ഓഫ്
whose cubes is minimum. അതായത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം such that the sum must be 16, അതായത് 16. രണ്ട് പോസിറ്റീവ് നമ്പർ എടുക്കണം, അത് കൂട്ടി കഴിഞ്ഞാൽ 16 കിട്ടണം. അതുപോലെ അതിന്റെ ക്യൂബുകളുടെ സമ്മ് മിനിമം ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ കൂട്ടുമ്പോൾ 16ഉം അതിന്റെ ക്യൂബുകൾ കൂട്ടുമ്പോൾ ഏറ്റവും മിനിമം ഉത്തരവും കിട്ടുന്ന രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിൽ ആദ്യത്തെ നമ്പർ എക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ അടുത്ത നമ്പർ നേരത്തെ എടുത്ത പോലെ വേണമെങ്കിൽ വൈ എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 16, വൈ ഈക്വൽ ടു 16 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പൊ അത് ഒറ്റയടിക്ക് തന്നെ ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ 16 മൈനസ് എക്സ് ആയിരിക്കും. അങ്ങനെ എടുത്തു. ഇനി നമുക്കിവിടെ മിനിമം ആക്കേണ്ടത് ഇവരുടെ ക്യൂബുകളുടെ സമ്മാണ്. സോ അത് ക്യൂബുകളുടെ സമ്മിന് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏത് ചോദ്യത്തിലായാലും മിനിമം ആക്കുക അല്ലെങ്കിൽ മാക്സിമം ആക്കാൻ പറയുമ്പോൾ ആരെയാണോ മിനിമം ആക്കേണ്ടത് അല്ലെങ്കിൽ മാക്സിമം ആക്കേണ്ടത് അവരെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. അപ്പോൾ ഇതിന്റെ ക്യൂബ് പ്ലസ് ഇതിന്റെ ക്യൂബ് ഇതിനെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതി. ഇതിനെ മിനിമൈസ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് എക്സ് എടുക്കുക. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² പ്ലസ് ഇയാളുടെ ഡെറിവേറ്റീവ്. അപ്പൊ ഇതൊരു എക്സ് ക്യൂബ് മോഡലിലാണ് കിടക്കണേ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ 3 ഇൻറ്റു ഇതേ സ്ക്വയർ ഇൻറ്റു ഇയാളുടെ ഡെറിവേറ്റീവ്. 16 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 16ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിന്റെ -1. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു 3x² മൈനസ് 3 ഇൻറ്റു 16 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടി. ഇത് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. അതായത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ 3 രണ്ടിലും കോമൺ ആണ്, ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ x² മൈനസ് ഇത് 16 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. 16 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 16² 256 മൈനസ് 32x പ്ലസ് x² എന്നാണ് കിട്ടുക ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ഇയാൾ 0 ആവണം. അപ്പൊ ഇയാൾ എപ്പോഴാണ് 0 ആവുക എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് x² മൈനസ് 256 ഈ മൈനസും ചേർന്നപ്പോൾ പ്ലസ് 32x മൈനസ് x² ഇങ്ങനെ കിട്ടി. ഇതിലെ ഈ x² മൈനസ് x² ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഈ പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ഇയാൾ 0 ആവണം. അതായത് 32x മൈനസ് 256 ഈക്വൽ ടു 0 എന്ന് കിട്ടണം. വിച്ച് ഇംപ്ലൈസ് 32x ഈക്വൽ ടു 256. അതായത് x ഈക്വൽ ടു 256/32. നമ്മളിതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കി 256/32 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ ഈ 8 എന്ന് പറയുന്ന പോയിന്റിൽ ഒന്നെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു മാക്സിമം ഉണ്ട് അല്ലെങ്കിൽ മിനിമം ഉണ്ട്. അപ്പൊ അതിൽ ആരാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടു എന്ന് വെക്കുക. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അതിനെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്ന് വെക്കുക. ഇപ്പൊ 3 കോൺസ്റ്റന്റ് ആണ്. മൈനസ് 256ന്റെ ഡെറിവേറ്റീവ് 0, 32xന്റെ 32. അപ്പൊ 3 ഇൻറ്റു 32 96 എന്നാണ് നമുക്ക് കിട്ടുക. അതായത് ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ എഫ് ഡാഷ് എക്സ് 96 ആണ്. അതായത് എഫ് ഡബിൾ ഡാഷ് 8 എന്ന് പറഞ്ഞാലും 96 തന്നെ. അതായത് എഫ് ഡബിൾ ഡാഷ് 8 പോസിറ്റീവ് ആണെന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് 8 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് ഒരു മിനിമം ഉണ്ട് എന്നർത്ഥം. എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു മിനിമം ഉണ്ട് എന്നർത്ഥം. അതായത് എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 8. അപ്പോൾ എക്സിന് 8 കൊടുത്താലാണ് ഈ ഫംഗ്ഷൻ മിനിമം ആവുക. ഇനി എക്സിന് 8 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരാവും? 16 മൈനസ് 8. അതായത് അടുത്ത നമ്പറും 8 തന്നെ. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് 8ഉം 8ഉമാണ്. ഇവരുടെയാണ് സമ്മ് 16 ആവും. ഇവരുടെ ക്യൂബുകളുടെ സമ്മ് ഏറ്റവും മിനിമവും ആവും. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് ടിൻ 45 cm by 24 cm is to be made into a box without top by cutting off
square from each corner and folding up the flaps. What should be the side of square to be cut off so that volume of the box is maximum? അതായത് ക്വസ്റ്റ്യനിൽ പറയണത് നമ്മുടെ കയ്യിൽ ഒരു ടിൻ ഷീറ്റ് ഉണ്ട്, ഇത്ര ഒരു 45 cm ലെങ്ത്തും 24 cm ബ്രെഡ്ത്തുമുള്ള ഒരു ടിൻ ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ ഷീറ്റ് എന്ന് വിചാരിക്കുക. 45 cm ലെങ്ത്തും 24 cm ബ്രെഡ്ത്തുമുള്ള ഒരു ടിൻ ഷീറ്റ് ഉണ്ട്. ഇതിന്റെ 4 കോർണറിൽ നിന്നും സെയിം സ്ക്വയറുകൾ കട്ട് ചെയ്തെടുക്കണം. ഒരേ സൈസുള്ള സ്ക്വയറുകൾ 4 കോർണറിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു സ്ക്വയർ കട്ട് ചെയ്തു. ഇതുപോലെ ഇവിടുന്ന് ഒരു സ്ക്വയർ കട്ട് ചെയ്തു. ഇവിടുന്ന് ഒരു സ്ക്വയർ കട്ട് ചെയ്തു. ഇവിടുന്നും ഒരു സ്ക്വയർ കട്ട് ചെയ്തു. ഇങ്ങനെ 4 കോർണറിൽ നിന്നും ഓരോ സ്ക്വയർ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സ്ക്വയർ ഇങ്ങനെ 4 കോർണറിൽ നിന്നും ഓരോ സ്ക്വയർ കട്ട് ചെയ്തു, എന്നിട്ട് അത് മാറ്റി ബാക്കിയുള്ള ഈ ഭാഗങ്ങൾ നമ്മളിങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ടാക്കി. മുകളില്ലാത്ത ഒരു റെക്റ്റാങ്കുലർ ബോക്സ്, നമ്മുടെ തീപ്പെട്ടിയുടെ ഉള്ളിലുള്ള ബോക്സ് ഒക്കെ പോലത്തെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ടാക്കി. ഇത്ര ഈ ബോക്സിന്റെ വോളിയം മാക്സിമം ആവണം. അങ്ങനെ വോളിയം മാക്സിമം ആവണമെങ്കിൽ ഈ മുറിച്ചെടുക്കുന്ന സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ മുറിച്ചെടുക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഈ മുറിച്ചെടുക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് എന്ന് സങ്കല്പിച്ചു. അതായത് ഈ സൈഡ് എക്സ്, ഇതും എക്സ്, എല്ലാ സൈഡും ഇവിടെയുള്ള എല്ലാ സ്ക്വയറിന്റെയും സൈഡ് എക്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെ ആ എക്സ് സൈഡിലുള്ള സ്ക്വയറുകളൊക്കെ മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ബാക്കി ഈ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് പൊക്കി. അപ്പോൾ ഇതാണ് ആ മുകളിലേക്ക് പൊക്കി ഉണ്ടാക്കുന്ന ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ഹൈറ്റ് ആയിട്ട് വരിക ഈ ഭാഗമാണ്. ഇതാണ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ഹൈറ്റ് ആയിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് എക്സ് ആയിരിക്കും. അപ്പൊ നമ്മുടെ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ഹൈറ്റ് എക്സ് ആയിരിക്കും മനസ്സിലായി. ഇനി ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ വരെ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ലെങ്ത്. അപ്പൊ ഇതിൽ ടോട്ടൽ ലെങ്ത് 45 ആ. അവിടുന്ന് ഇവിടെ ഒരു എക്സ് പോയി, ഇവിടെയും ഒരു എക്സ് പോയി. അപ്പൊ ബാക്കിയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് 45 മൈനസ് 2x പോയി. 45 ആണെന്നോ ആകെ. അതിന് ഇവിടെ ഒരു എക്സ് പോയി, ഇവിടെ ഒരു എക്സ് പോയി. അപ്പൊ അതിന്റെ ലെങ്ത് 45 മൈനസ് 2x. ഇതുപോലെ ഇതിന്റെ ബ്രെഡ്ത്ത് വരിക. ഇതാണ് നമ്മുടെ ടിൻ ഷീറ്റിന്റെ ഫുൾ ബ്രെഡ്ത്ത് 24. അതിൽ നിന്ന് ഇവിടെ നമ്മളൊരു എക്സ് മുറിച്ചെടുത്തു, ഇവിടുന്ന് ഒരു എക്സ് മുറിച്ചു. ബാക്കി ഇത്രയും ഭാഗമാണ് റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരിക. എന്ന് വെച്ചാൽ ടോട്ടൽ 24ൽ നിന്ന് ഇവിടെ ഒരു എക്സ് പോയി, ഇവിടെ ഒരു എക്സ് പോയി. അതായത് 24 മൈനസ് 2x. ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത് ആയിട്ട് വരിക. അപ്പം ഇങ്ങനെയാണ് റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ഡയമെൻഷൻസ് വരിക. ലെങ്ത് 45 മൈനസ് 2x, ബ്രെഡ്ത്ത് 24 മൈനസ് 2x, ഹൈറ്റ് എക്സ്. ഇനി നമുക്ക് വേണ്ടത് ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ വോളിയം മാക്സിമം ആക്കണം. അപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈക്വൽ ടു L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഏതൊരു ചതുരക്കട്ടയുടെയും അല്ലെങ്കിൽ ചതുരപ്പെട്ടിയുടെയും വ്യാപ്തം L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഇവിടെ ലെങ്ത്തിന്റെ സ്ഥാനത്ത് നമ്മൾ 45 മൈനസ് 2x കൊടുത്തു. ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് 24 മൈനസ് 2x. ഹൈറ്റിന്റെ സ്ഥാനത്ത് എക്സ്. ഇനി ഇത് നമ്മളൊന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തൊന്ന് വെക്കുക. അപ്പോൾ നമുക്ക് വിനെ, ഇതൊരു എക്സിന്റെ ടേമിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് വി ഓഫ് എക്സ് എന്ന് വിളിക്കാം. അപ്പം ഇത് ആദ്യം 45 ഇൻറ്റു 24 ചെയ്തു. അപ്പോൾ 45 ഇൻറ്റു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ആയി, 900 ആയി. അപ്പോൾ 45 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ 1080. ഇനി ഇവിടെ 45 ഇൻറ്റു മൈനസ് 2x എന്ന് പറഞ്ഞാൽ മൈനസ് 90x.
അതുപോലെ -2x ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ -48x, -90x -48x എന്ന് പറയുമ്പോൾ -138x. പിന്നെയുള്ളത് -2x ഇൻറ്റു -2x, അതായത് +4x². ഇനി പുറത്ത് ഒരു ഇൻറ്റു എക്സ് കൂടി ഉണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ therefore v of x equal to x കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനൊന്ന് ഭംഗിയായിട്ട് എഴുതുക. അപ്പോൾ ആദ്യം x ഇൻറ്റു 4x², 4x³ ഹയസ്റ്റ് പവർ ഉള്ളത് ആദ്യം എഴുതി. ഇനി x ഇൻറ്റു -138x എന്ന് വെച്ചാൽ -138x². ഇനി x ഇൻറ്റു 1080, അപ്പോൾ +1080x. ഇതാണ് നമ്മുടെ വോളിയം. ഇതിനെയാണ് നമുക്ക് മാക്സിമം ആക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് v' എടുക്കുക ആദ്യം തന്നെ. v' എന്ന് പറയുമ്പോൾ 4 കോൺസ്റ്റന്റ് x³ ഡെറിവേറ്റീവ് 3x². അപ്പോൾ 4 ഇൻറ്റു 3x² 12x². ഇവിടെ 138 കോൺസ്റ്റന്റ് x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ 138 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 276x + 1080. എല്ലാ ടേമിലും 12 കോമൺ ആണ്. സോ നമുക്ക് 12 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 12 ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ x² ഇവിടെ 23x പ്ലസ് ഇവിടെ 90. ഇനി ജസ്റ്റ് v' ഈക്വൽ ടു 0 എന്ന് സങ്കല്പിക്കുക. v' 0 എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇതൊരു പ്രൊഡക്റ്റ് ആണ്. v' എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു ഇത് 0 ആവണമെങ്കിൽ നിർബന്ധമായിട്ട് ഇയാൾ 0 ആവണം. ഇയാൾ 0 ആവുക പറഞ്ഞാൽ ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ x² -23x + 90 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക x ഈക്വൽ ടു 18,5 എന്നാണ്. അപ്പം ഇത് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു 18 or 5 എന്നർത്ഥം. പക്ഷെ ഇതിൽ x ഈക്വൽ ടു 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിബിൾ അല്ല. കാരണം ഈ ഒരു ടിൻ ഷീറ്റിന്റെ ആകെ ബ്രെഡ്ത്ത് 24. ഇതിന്നൊരു 2x പോവാൻ വേണം. ഒരു x 18 ആണെങ്കിൽ 2x പറഞ്ഞാൽ 36 ആവും. 24 36 പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ആൻസർ എന്തായാലും പോസിബിൾ അല്ല. സോ പിന്നെയുള്ളത് x ഈക്വൽ ടു 5 എന്നുള്ള ഉത്തരമാണ്. അപ്പൊ ഈ x ഈക്വൽ ടു 5 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഈ 5-ല് ഈ ഫംഗ്ഷന് മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ v'5 കണ്ടുപിടിക്കുക. അപ്പോൾ v'5 എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ v'. ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 24x -276 എന്നാണ് വരിക. അപ്പോൾ v'5 എന്ന് പറയുമ്പോൾ 24 × 5 -276 എന്ന് വെച്ച് കഴിഞ്ഞാൽ -156 എന്നാണ് വരിക. അതായത് നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം v of x ഈസ് മാക്സിമം അറ്റ് x ഈക്വൽ ടു അല്ലെങ്കിൽ മാക്സിമം വെൻ x ഈക്വൽ ടു 5. x 5 ആവുമ്പോഴാണ് v of x മാക്സിമം എന്ന് കിട്ടി. അതായത് വോളിയം മാക്സിമം ആവണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് 5 cm ആയിരിക്കണം. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോ ദാറ്റ് ഓഫ് ഓൾ ദി റെക്ടാംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ ഫിക്സഡ് സർക്കിൾ. ഗിവൺ ഫിക്സഡ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു റേഡിയസ് ഉള്ള സർക്കിൾ എന്നർത്ഥം. അതായത് റേഡിയസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സർക്കിൾ എന്നർത്ഥം. അതാണ് ഫിക്സഡ് സർക്കിൾ. ദ സ്ക്വയർ ഹാസ് മാക്സിമം ഏരിയ. ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. ഒരു ഫിക്സഡ് സർക്കിൾ, അതായത് ഒരു കൃത്യമായ ഒരു കോൺസ്റ്റന്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ തന്നേക്കണം. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എനിക്ക് പലതരത്തിലുള്ള റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അങ്ങനെ പല തരത്തിലുള്ള റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. അങ്ങനെയുള്ള റെക്റ്റാങ്കിൾസിൽ സ്ക്വയറുകൾക്കായിരിക്കും മാക്സിമം ഏരിയ എന്ന് തെളിയിക്കാം. അങ്ങനെയുള്ള റെക്റ്റാങ്കിളുകളിൽ സ്ക്വയറുകൾക്കായിരിക്കും മാക്സിമം ഏരിയ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഞാൻ അതിനു വേണ്ടി ഒരു ഫിക്സഡ് സർക്കിൾ വരച്ചു. അതായത് റേഡിയസ് 6 ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചു. റേഡിയസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ r എന്ന് വിളിച്ചു. അപ്പോൾ റേഡിയസ് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് സർക്കിൾ വരച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നു.
ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഒന്ന് മാക്സിമൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയേക്കണം. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഞാനൊരു എക്സ് എന്ന് സങ്കല്പിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ് AC. അത് ഈ സർക്കിളിൻ്റെ ഡയാമീറ്ററും ആണ്. അപ്പോൾ ഇതിൽ ഇവിടെ വരെ ഇതിപ്പോൾ നമ്മുടെ സെൻറ്റർ ആണെങ്കിൽ OA എന്ന് പറഞ്ഞാൽ റേഡിയസ്, OC എന്ന് പറഞ്ഞാൽ റേഡിയസ്. സോ ഈ ACയുടെ ഫുള്ള് നീളം 2r ആയിരിക്കും. AC എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഡയാമീറ്റർ ആണ്, അതിൻ്റെ ലെങ്ത് 2r. ഇനി നമ്മൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. ഇവിടെയുള്ള ഈ ഒരു മട്ട ത്രികോണം മാത്രം കൺസിഡർ ചെയ്യാം. ഇതൊരു പൈതഗോറസ് തിയറം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് BC കിട്ടും. അപ്പം നമുക്ക് പൈതഗോറസ് തിയറം കൊടുക്കുകയാണെങ്കിൽ BC ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഹൈപ്പോട്ടന്യൂസ് 2r ഓൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് ഈ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്. ഇപ്പം ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് ഇങ്ങനെ കിട്ടി. Therefore, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇതാണ് നമുക്ക് മാക്സിമം ആക്കേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ മാക്സിമം ആക്കേണ്ട ആൾ ആരാണോ അതിനെയാണ് നമ്മൾ f(x) ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു f(x) എന്ന് വിളിക്കുക. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ L × B ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു ലെങ്ത് × B. ഈ ഏരിയ ഓഫ് റെക്റ്റാങ്കിളിനെ ഞാൻ f(x) എന്ന് വിളിക്കണം. ഇവിടുത്തെ ലെങ്ത് പറയുന്നത് എക്സ് ആണ്. ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് റൂട്ട് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇദ്ദേഹത്തിന് നമുക്ക് മാക്സിമൈസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ f'(x) എടുക്കുക. f'(x) എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊഡക്റ്റ് ആണ്, പിന്നെ ഡെറിവേറ്റീവ് ആണ്, പ്രൊഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യാം. അതായത് u'(v) പ്ലസ് uv'. അപ്പോൾ ആദ്യം u', എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, v ഇങ്ങനെ തന്നെ എഴുതി, പ്ലസ് എക്സ് അങ്ങനെ തന്നെ എഴുതി, ഇയാളുടെ ഡെറിവേറ്റീവ് ഇത് റൂട്ട് എക്സ് ആണെന്ന് വിചാരിക്കുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ റേഡിയസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ 4r സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ -2x. 2ഉം ഈ 2ഉം കട്ട് ചെയ്തു പോയി. ബാക്കിയുള്ളത് എഴുതുകയാണെങ്കിൽ റൂട്ട് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇതൊന്ന് ക്രോസ് ചെയ്ത് നോക്കുക. ഇതൊന്ന് ക്രോസ് ചെയ്യുക. അപ്പം നമുക്ക് ഇതും ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ട് സെയിം ആണ്. അപ്പോൾ റൂട്ട് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും റൂട്ട് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും ഗുണിച്ച് കഴിഞ്ഞാൽ വെറും 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇതും കൂടെ ആവുമ്പോൾ 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയറും കൂടെ ചേരുമ്പോൾ -2x സ്ക്വയർ എന്ന് കിട്ടി ബൈ റൂട്ട് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ f'(x) ആയിട്ട് കിട്ടണം. ഈ f'(x) ഈക്വൽ ടു 0 എന്ന് സങ്കല്പിക്കുക. അപ്പം ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഒരു ഫ്രാക്ഷൻ 0 ആവണമെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ 0 ആവണം. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് 4r സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് 2x സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ 4r സ്ക്വയർ ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് കിട്ടി. 2 ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് 2r സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 2r സ്ക്വയർ ആണെന്ന് കിട്ടി. ആ സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ 2r സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഈ സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ റൂട്ട് 2r സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അതായത് therefore ഈ റൂട്ട് 2r സ്ക്വയറിനെ നമുക്ക് therefore x ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു റൂട്ട് r സ്ക്വയർ എന്ന് എഴുതാം, അഥവാ റൂട്ട് 2r എന്ന് എഴുതാം. നമുക്ക് x ഈക്വൽ ടു റൂട്ട് 2r എന്ന് കിട്ടി. ഇനി x റൂട്ട് 2r ആണെങ്കിൽ y എത്ര, അതായത് ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ബ്രെഡ്ത്ത് എത്രയാണെന്ന് നോക്കി. അതിന് മുമ്പ് നമുക്ക് x ഈക്വൽ ടു റൂട്ട് 2r എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ x ഈക്വൽ ടു റൂട്ട് 2r ആവുമ്പോൾ ഇതിലൊരു മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉണ്ടെന്ന് കിട്ടി.
ഇനി ഇത് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് അറിയാനായിട്ട് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് റൂട്ട് ടു ആറ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് റൂട്ട് ടു ആറ് കണ്ടുപിടിക്കുക പറയുമ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഡബിൾ ഡാഷ്. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഡാഷ്. ഇതിനൊരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് എക്സ് കാണുന്നിടത്ത് ഈ റൂട്ട് ടു ആറ് കൊടുക്കുക കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് റൂട്ട് ടു ആർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് ഉറപ്പിക്കാം എഫ് ഹാസ് എ മാക്സിമം, എഫ് അറ്റൈൻ അല്ലെങ്കിൽ എഫ് ഹാസ് എ മാക്സിമം വെൻ എക്സ് ഈക്വൽ ടു റൂട്ട് ടു ആർ. വെൻ എക്സ് ഈക്വൽ ടു റൂട്ട് ടു ആർ, അതായത് ലെങ്ത് റൂട്ട് ടു ആർ ആവുമ്പോഴാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മാക്സിമം ആവുക എന്ന് കിട്ടി. ഇനി ഈ ലെങ്ത് റൂട്ട് ടു ആർ ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാണെന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബ്രെഡ്ത്ത് ബി സി ഈക്വൽ ടു നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് റൂട്ട് 4r² മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കൊടുക്കുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2r² അല്ലേ? അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ റൂട്ട് 4r² മൈനസ് എക്സ് സ്ക്വയറിന് പകരം 2r². 4r²ന്ന് 2r² കുറച്ചാൽ 2r². ഇതിന് നമുക്ക് റൂട്ട് 2r എന്ന് എഴുതാം. അതായത് ഇത്തരത്തിലൊരു സർക്കിളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന റെക്റ്റാങ്കിളിൽ മാക്സിമം ഏരിയ വരണമെങ്കിൽ ലെങ്ത്തും റൂട്ട് 2r ആവണം, ബ്രെഡ്ത്തും റൂട്ട് 2r ആവണം. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിട്ടുള്ള റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ദിസ് എ സ്ക്വയർ എന്നർത്ഥം. അതായത് ഒരു സർക്കിൾ, ഒരു ഫിക്സഡ് സർക്കിളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന റെക്റ്റാങ്കിളുകളിൽ മാക്സിമം ഏരിയ വരണമെങ്കിൽ അതൊരു സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് വോളിയം ഓഫ് ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ഫിയർ ഓഫ് റേഡിയസ് സ്മോൾ ആർ. അതായത് ഫിക്സഡ് റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ, അതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു കോൺ ഉണ്ടാക്കിയിരിക്കണം. ഈ കോണിൻ്റെ വോളിയം 8/27 ഓഫ് ദി വോളിയം ഓഫ് സ്ഫിയർ ആണെന്ന് തെളിയിക്കണം. അതായത് ഇങ്ങനെ ഒരു സ്ഫിയർ, അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണെന്ന് തന്നേക്കണം. അപ്പോൾ നമ്മുടെ സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ അല്ല ക്യാപിറ്റൽ ലെറ്റർ ആർ ആണെന്ന് തന്നേക്കണം. അപ്പോൾ നമ്മുടെ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് തന്നേക്കണം. ആ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ലാർജസ്റ്റ് ഏറ്റവും വലിയൊരു കോൺ ഉണ്ടാക്കിയേക്കണം. ഈ കോണിൻ്റെ വോളിയം സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ 8/27 ആണെന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ കോണിൻ്റെ വോളിയം സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ 8/27 ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും വലിയ കോണാണ് കേട്ടോ, ലാർജസ്റ്റ് കോൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിരിക്കും വോളിയം ഏറ്റവും മാക്സിമം. ഇങ്ങനെ ഒരു സർക്കിളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോണുകളിൽ വോളിയം ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത് ഈ ഒരു പർട്ടിക്കുലർ കോണിനായിരിക്കും. ഇത്തരത്തിലുള്ള ഈ കോണിൻ്റെ വോളിയം ടോട്ടൽ സ്ഫിയറിൻ്റെ 8/27 ആണെന്ന് തെളിയിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് വിചാരിച്ചു. അതായത് ഇതാണ് സ്ഫിയറിൻ്റെ റേഡിയസ്, അതിന് നമ്മളൊരു ക്യാപിറ്റൽ ആർ എന്ന് വിചാരിച്ചു. ഒ ക്യു സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്, അതുപോലെ ഒ എയും സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. സോ ഇത് നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോണിൻ്റെ റേഡിയസ്, കോണിൻ്റെ ബേസ് റേഡിയസ്, ഇത് ഇത്രയും നീളത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് വിചാരിച്ചു. ഇതാണ് കോണിൻ്റെ ബേസ് റേഡിയസ്. ഇതേപോലെ ഈ ഒ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എക്സ് എന്ന് സങ്കല്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സി എ ആണ്. ഇവിടെ ഒരു എക്സ്, ബാക്കി ക്യാപിറ്റൽ ആർ. അപ്പോൾ ഈ കോണിൻ്റെ ടോട്ടൽ ഹൈറ്റ് ക്യാപിറ്റൽ ആർ പ്ലസ് എക്സ് എന്ന് എടുക്കാം. ഇനി നമുക്ക് ഈ കോണിൻ്റെ വോളിയം, ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് കോൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണിൻ്റെ വോളിയം ഇവിടെ മാക്സിമം ആണെന്ന് അർത്ഥം. അപ്പോൾ കോണിൻ്റെ വോളിയം കാണുമ്പോൾ വോളിയം ഓഫ് കോൺ നമുക്കറിയാവുന്നതാണ്. കോണിൻ്റെ വോളിയം 1/3 πr² ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോണിൻ്റെ വോളിയമാണ് ഏറ്റവും മാക്സിമം എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ വി ഓഫ് എക്സ് എന്ന് വിളിക്കുക. 1/3 പൈ ഇൻറ്റു കോണിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്, r² എന്ന് കൊടുത്തു. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് r + x ആണ്. ഇങ്ങനെ വെച്ചു. ഇതാണ് നമ്മുടെ
കോണിന്റെ വോളിയം. നമുക്ക് വോളിയം ഇങ്ങനെ ഈ കോണിന്റെ വോളിയം 1/3 πr² ഇൻറ്റു ആർ പ്ലസ് എക്സ് എന്നാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ആർ എന്ന് പറയുന്നത് ഫിക്സഡ് നമ്പറാണ്. സ്ഫിയറിന്റെ റേഡിയസ് ഫിക്സഡ് ആണ്. ഗിവൺ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റേഡിയസ് മാറില്ല. പക്ഷേ ഈ സ്മോൾ ലെറ്റർ ആറും എക്സും വേരിയബിൾസാണ്. അപ്പോൾ ഒരു ഇതിൽ തന്നെ 2 വേരിയബിൾ വരുന്നത് നമുക്ക് പ്രശ്നമാണ്. നമുക്കിതിനെ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് മാത്രമേ എഴുതണം. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പടത്തിൽ നിന്ന് റേഡിയസിന് എന്തെങ്കിലും സ്മോൾ ആറിന് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് r² ഈക്വൽ ടു R² മൈനസ് x² എന്ന് എഴുതാം. അപ്പോൾ ഈ പടത്തിൽ നിന്ന് നമുക്ക് r² ഈക്വൽ ടു R² മൈനസ് x² എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടുപോയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് v ഓഫ് x ഈക്വൽ ടു 1/3 π r² പകരം R² മൈനസ് x² ഇൻറ്റു ആർ പ്ലസ് എക്സ് എന്ന് എഴുതാം. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇതിൽ R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ, എക്സ് മാത്രം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്കായി. ഇനി ഇതിനെ വേണമെങ്കിൽ ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ π/3 ഇൻറ്റു r² ഇൻറ്റു ആറ് പറഞ്ഞാൽ r³ ആണ്. അതുപോലെ r² ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ xr² മൈനസ് x²r മൈനസ് x³ ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മുടെ വോളിയം. ഇതിനെയാണ് നമുക്ക്, അതായത് ഇത് ഏറ്റവും ലാർജസ്റ്റ് കോഡാണ്. സോ ഇതിന്റെ വോളിയം ഏറ്റവും മാക്സിമം ആയിരിക്കും. വോളിയം മാക്സിമം ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വോളിയം മാക്സിമം ആവുന്നത് ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റിലാന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v' ഈക്വൽ ടു 0 എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കാണുക, ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ π/3 കോൺസ്റ്റന്റ്, r³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. xr² ഡെറിവേറ്റീവ് r², x²r ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r കോൺസ്റ്റന്റ് ഇൻറ്റു 2x, x³ ഡെറിവേറ്റീവ് 3x². ഇതാണ് v' വരുന്നത്. അപ്പോൾ ഈ v' ഈക്വൽ ടു 0 എന്ന് കൊടുത്തു എന്ന് വെക്കുക. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ഇയാൾ എന്തെങ്കിലും 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആണ്. ഇയാൾ എന്തായാലും 0 ആവില്ല. സോ ഇത് 0 ആയേ പറ്റൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ്, ഒന്ന് ഭംഗിയിൽ എഴുതുകയാണെങ്കിൽ -3x² മൈനസ് 2rx പ്ലസ് r² ഈക്വൽ ടു 0 ആവണം. ഇപ്പം ഇതിനൊന്ന് ചിഹ്നം ഓപ്പോസിറ്റ് ആക്കി ഒന്ന് എഴുതി കഴിഞ്ഞാൽ 3x² പ്ലസ് 2rx മൈനസ് r² ഈക്വൽ ടു 0. ഇത് ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഈ v' എന്തായാലും 0 ആണ്. അതിന്റെ അർത്ഥം ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ b² മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിന്റെ b² മൈനസ് 4ac എന്താണെന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ b² മൈനസ് 4ac എന്താണെന്ന് നോക്കാം. ഇവിടെ b ആയിട്ട് കിടക്കുന്നത്, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് 2r, c എന്ന് പറയുന്നത് -r² ആണ്, a എന്ന് പറയുന്നത് 3 ആണ്. അപ്പം നമുക്ക് b² മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. എന്നാൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ. ഇത് മാക്സിമം വോളിയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും v' 0 ആവും, അതായത് ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സോ ഇത് മസ്റ്റ് ബി ട്രൂ. ഇനി ബിയുടെ സ്ഥാനത്ത് 2r കൊടുത്തു. അപ്പോൾ 2r² മൈനസ് 4 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 3 കൊടുത്തു, സിയുടെ സ്ഥാനത്ത് -r² കൊടുത്തു. ഇതെന്തായാലും 0-നേക്കാൾ വലുതായിരിക്കും. അപ്പം നമുക്ക് 4r² ഇവിടെ പ്ലസ് 12r². ഇപ്പം നമുക്ക് v' ഈക്വൽ ടു π/3 ഇൻറ്റു r² മൈനസ് r ഇൻറ്റു 2x മൈനസ് 3x² എന്ന് കിട്ടി. ഇതാണ് നമ്മൾക്ക് v' ആയിട്ട് കിട്ടിയേക്കുന്നത്. ഇനി നമ്മുടെ v ഓഫ് എക്സിനൊരു മാക്സിമം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ v' ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ കിടക്കുന്ന r² മൈനസ് 2rx മൈനസ് 3x² നമുക്ക് r മൈനസ് 3x ഇൻറ്റു r പ്ലസ് എക്സ് എന്ന് മാറ്റി എഴുതും. അപ്പോൾ π/3 ഇൻറ്റു r മൈനസ് 3x ഇൻറ്റു r പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് 0 ആവണമെങ്കിൽ
ഒന്നെങ്കിൽ ഇയാൾ 0, ഇത് എന്തായാലും 0 ആവില്ല, π/3 ആണ്. അല്ലെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ r-3x = 0 or r+x = 0. അതായത് r-3x = 0 എന്ന് പറഞ്ഞാൽ r = 3x, അതായത് x = r/3 എന്നർത്ഥം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = -r എന്നർത്ഥം. പക്ഷെ ഇത് പോസിബിൾ അല്ല. അതായത് x = നെഗറ്റീവ് ഓഫ് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് അർത്ഥം. അത് പറ്റില്ല. ഇത് രണ്ടും പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. സോ ഇത് നടക്കില്ല, അത് വേണ്ട. നമുക്ക് x = r/3 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. ഈ പോയിന്റിൽ നമ്മുടെ ഇതിനൊരു മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്കത് ഏതാണെന്ന് അറിയാനായിട്ട് v'(x) കണ്ടു എന്ന് വെക്കാം. അപ്പോൾ v'(x) കാണുകയാണെങ്കിൽ v'(x) = ഇതാണ് നമ്മുടെ v'(x). ഇതിൻ്റെ v'' കാണുകയാണെങ്കിൽ π/3 ഒരു കോൺസ്റ്റന്റ് ആണ്. r² എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. ഈ r × 2x ഡെറിവേറ്റീവ് -2r, 3x² ഡെറിവേറ്റീവ് 6x. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് r/3 കൊടുത്തു എന്ന് വെക്കുക. v'' r/3 ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 × -2r -6 × എക്സിന് പകരം r/3. അപ്പോൾ ഇത് വെട്ടിപ്പോയി -4r. അപ്പോഴും ഇത് നെഗറ്റീവ് തന്നെയാണ് ആവുക. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം v(x) ഈസ് മാക്സിമം വെൻ x = r/3. x r/3 ആവുമ്പോഴാണ് നമ്മുടെ കോഡിൻ്റെ വോളിയം മാക്സിമം ആവുക എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ x = r/3 ആവുമ്പോഴാണ് കോഡിൻ്റെ വോളിയം മാക്സിമം ആവുക എന്ന് കിട്ടി. ഇനി നമുക്ക് x = r/3 ആവുമ്പോൾ കോണിൻ്റെ വോളിയം എത്രയാണ് വരിക എന്നൊന്ന് നോക്കാം. അപ്പോൾ കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr² ആണ്. അതിൽ എച്ചിൻ്റെ സ്ഥാനം നമ്മൾ r+x കൊടുത്തു. അതുപോലെ തന്നെ ഇതിൽ r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 π × r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ r² - x² ആണ് r+x. ഇങ്ങനെയാണ് നമ്മുടെ കോണിൻ്റെ വോളിയം കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണിൻ്റെ വോളിയം മാക്സിമം ആവണമെങ്കിൽ x = r/3 ആവണം. അപ്പോൾ ആ മാക്സിമം വോളിയം കാണാനായിട്ട് പുട്ട് x = r/3. x കാണുന്നിടത്ത് r/3 ഇട്ട് കൊടുത്തു. അപ്പോൾ മാക്സിമം വോളിയം = 1/3 π × r² - ഇതിൽ x കാണുന്നിടത്ത് r/3 കൊടുത്തു. അപ്പോൾ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r²/9 ഇൻറ്റു r അങ്ങനെ തന്നെ എഴുതി പ്ലസ് x കാണുന്നിടത്ത് എഗെയിൻ r/3. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ 9r² - r² എന്ന് പറഞ്ഞാൽ 8r²/9 എന്ന് കിട്ടി. ഇൻറ്റു ഇവിടെ 3r + r 4r/3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വോളിയം കിട്ടുന്നത്. ഇത് നമുക്കൊന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 32 അല്ലെങ്കിൽ π/3 ഇൻറ്റു 4 ഫ്രണ്ടിലേക്ക് എടുത്തു. 4π/3 ഇൻറ്റു r² r കൂടെ ഗുണിക്കുകയാണെങ്കിൽ r³ ഇൻറ്റു ബാക്കിയുള്ളത് ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 27 ഉണ്ട്. ഇതിൽ നോക്കിയേ, ഇവിടെ വരെയുള്ള ഭാഗം 4π/3 ഇൻറ്റു r³ അല്ലെങ്കിൽ 4πr³/3. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ഫിയറിൻ്റെ വോളിയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ കോണിൻ്റെ മാക്സിമം വോളിയം എന്ന് പറയുന്നത് വി ഓഫ് സ്ഫിയർ, അതായത് വോളിയം ഓഫ് സ്ഫിയർ ഇൻറ്റു 8/27 ആണ്. സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ 8/27 ഭാഗമാണെന്ന് കിട്ടി. നമുക്ക് അടുത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോ ദാറ്റ് ദി സെമി വെർട്ടിക്കൽ ആംഗിൾ ഓഫ് ദി കോൺ ഓഫ് മാക്സിമം വോളിയം ആൻഡ് ഓഫ് ഗിവൺ സ്ലാൻഡ് ഹൈറ്റ് ഈസ് tan inverse √2. മാക്സിമം വോളിയവും ഒരു ഫിക്സഡ് സ്ലാൻഡ് ഹൈറ്റുമുള്ള
ഒരു കോണിന്റെ സെമി വെർട്ടിക്കൽ ആംഗിൾ ടാൻ ഇൻവേഴ്സ് √2 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് എൻ്റെ കോൺ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ മാക്സിമം വോളിയം ഒക്കെയുള്ള എൻ്റെ കോൺ. ഇതാണ് നമ്മുടെ ഒരു ഫിക്സഡ് സ്ലാൻഡ് ഹൈറ്റ് ഒക്കെയുള്ള ഒരു കോൺ എന്ന് വിചാരിക്കുക. ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ഇതൊരു ഫിക്സഡ് നമ്പർ ആണ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്, നമ്മൾ അതിനെ L എന്ന് വിചാരിച്ചു. ഇതുപോലെ ഇങ്ങനെ സെമി വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഇതിന് നമ്മൾ തീറ്റ എന്ന് വിചാരിച്ചു. ഇതാണ് സെമി വെർട്ടിക്കൽ ആംഗിൾ, തീറ്റ എന്ന് വിചാരിച്ചു. സ്ലാൻഡ് ഹൈറ്റ് L. ഇതിന്റെ കോണിന്റെ ബേസ് റേഡിയസ് സ്മോൾ ലെറ്റർ R, കോണിന്റെ ഹൈറ്റ് സ്മോൾ ലെറ്റർ H. ഇതൊക്കെ ഇങ്ങനെയാണെന്ന് സങ്കല്പിച്ചു. ഇതിൽ ഓർക്കുക L എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഈ ക്വസ്റ്റ്യനിൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് ഈ കോണിന്റെ വോളിയം മാക്സിമം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോണിന്റെ വോളിയം കാണാം. വോളിയം ഓഫ് കോൺ V = കോണിന്റെ വോളിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ 1/3 πr²h. പക്ഷെ ഇതിൽ R, H രണ്ട് വേരിയബിൾസ് കിടക്കണം. അപ്പൊ അതിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം, ഒറ്റ വേരിയബിൾ ആക്കണം. അതിനായിട്ട് ഈ ട്രയാങ്കിൾ ഒന്ന് നോക്കുക. ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ R² = L² - H² എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ R² പകരം L² - H² എന്ന് എഴുതി. വി നോ ദാറ്റ് R² = L² - H². അപ്പൊ ഈ R² പകരം L² - H² ഇൻറ്റു H അങ്ങനെ തന്നെ എഴുതി. ഇപ്പൊ ഇതിൽ L കോൺസ്റ്റന്റാ, ഇതിലിപ്പോ ഒറ്റ വേരിയബിളേ ഉള്ളൂ, H മാത്രം. ഇപ്പൊ വോളിയത്തിന് നമുക്ക് H-ന്റെ ടേമിൽ എഴുതിയേക്കണം. സോ ഇതിനെ V(H) എന്ന് വിളിച്ചു. = ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു വെക്കുക. ഈ H കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 1/3 π L² × H L²H - H² × H3. ഇങ്ങനെ V(H) കിട്ടി. ഇനി വോളിയം മാക്സിമം എന്ന് പറഞ്ഞേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ V'(H) = 0 എന്നർത്ഥം. അപ്പൊ V'(H) എടുത്തു =0 എന്ന് കൊടുത്തു. V'(H) 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 π കോൺസ്റ്റന്റ് L² H-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു H ആണ്. അപ്പോൾ L². H³ ഡെറിവേറ്റീവ് 3H². ഇതാണ് V'(H) ഇത് =0 എന്ന് കൊടുത്തു. അപ്പൊ ഇതൊരു പ്രൊഡക്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നെങ്കിൽ 1/3 π 0 ആണോ, അത് പറ്റില്ല, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ L² - 3H² 0 ആണോ. L² - 3H², അപ്പോൾ വിച്ച് ഇംപ്ലൈസ് L² - 3H² = 0. L² - 3H² 0 ആണെങ്കിൽ L² = 3H² എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ R² = L² - H² എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് R² ഒന്ന് കണ്ടുപിടിക്കാം. R² നമ്മൾ പഠിച്ചേക്കുന്നത് L² - H². അപ്പോൾ ഇവിടെ L² പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. L² പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ R² = 3H² - H² എന്ന് എഴുതാം. അതായത് ദാറ്റ് ഈസ് R² = 3H² - H² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2H² എന്നർത്ഥം. അപ്പോൾ R= സ്ക്വയർ ഇപ്പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ റൂട്ട് ആവും. അപ്പോൾ R = √2H എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് R √2H എന്ന് കിട്ടി. അപ്പോൾ R = √2H, അല്ലെങ്കിൽ തിരിച്ച് H = R/√2 അങ്ങനെ എഴുതാം. H = R/, R² = 2H². അപ്പോൾ സ്ക്വയർ H² ഇങ്ങനെ എഴുതി R²/2. അപ്പോൾ H = R/√2 എന്ന് എഴുതി. ഇതാണ് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. H = R/√2 ആവുമ്പോൾ ഒന്നെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു മാക്സിമം ഉണ്ടാവും, അല്ലെങ്കിൽ മിനിമം ഉണ്ടാവും. അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അറിയാനായിട്ട് V'(H) കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ V'(H). അപ്പോൾ V'(H) എന്ന് പറഞ്ഞാൽ 1/3 π L² കോൺസ്റ്റന്റ് ആണ്. ഇത് -3 × 2 എന്ന് പറഞ്ഞാൽ -6H എന്നാണ് വരിക. നമുക്ക് V'(H) ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. V'(H). അപ്പോൾ V'(H) കണ്ടു കഴിഞ്ഞാൽ V'(H) എന്ന് പറഞ്ഞാൽ V'(H)ന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അതിൽ 1/3 × π കോൺസ്റ്റന്റ് ആണ്, അതങ്ങനെ തന്നെ എഴുതി. L² ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് നമുക്കിവിടെ 6H എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ H-ന്റെ സ്ഥാനത്ത് R/√2 കൊടുത്തു എന്ന് വെക്കുക. V'(H) of R/√2. അപ്പം നമുക്ക് π/3 × -6 × H-ന് പകരം R/√2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതായത് വോളിയം ഈസ് മാക്സിമം
വോളിയം ഈസ് മാക്സിമം വെൻ h is equal to r by root 2. h r by root 2 ആണെങ്കിൽ വോളിയം മാക്സിമം ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ h r by root 2 ആണെങ്കിലേ നമ്മൾ ആദ്യം കാണിച്ച ഫിഗറിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ ടാൻ തീറ്റ ആരാന്ന് നോക്കുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ r ആണ്, ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ h. അപ്പോൾ r by r root 2. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു, which implies tan theta equal to r by r root 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root 2 മോളിലേക്ക് പോയി r ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ tan theta equal to root 2. അടുത്ത സ്റ്റെപ്പിൽ tan ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് root 2 എന്ന് കിട്ടും. അതായത് ഇങ്ങനെ വോളിയം മാക്സിമം ആവണമെങ്കിൽ നമ്മുടെ തീറ്റ tan ഇൻവേഴ്സ് root 2 ആയിരിക്കണം. അതായത് സെമി വെർട്ടിക്കൽ ആംഗിൾ tan ഇൻവേഴ്സ് root 2 ആയാലാണ് വോളിയം മാക്സിമം ആവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ മാക്സിമം വാല്യൂ ഓഫ് x into x minus 1 plus 1 all raised to 1 by 3 where 0 less than or equal to x less than or equal to 1. അതായത് ക്ലോസ്ഡ് ഇന്റർവൽ 0 1ലാണ് x എന്ന് അർത്ഥം. ഈസ് 4 ഓപ്ഷൻസ് തന്നേക്കണം. ഒന്ന് 1 by 3 raised to 1 by 3, അടുത്ത 1 by 2, 1, 0. നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ തന്നേക്കണം. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ. അതൊരു ഇന്റർവെൽ ആയിട്ടല്ല തന്നേക്കണേ, ഇങ്ങനെയാണ് തന്നേക്കണെങ്കിലും ഇതൊരു ക്ലോസ്ഡ് ഇന്റർവെൽ ആണല്ലോ. അപ്പോൾ ഇതിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷന്റെ ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ഫംഗ്ഷനെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഓൾ റേസ് ടു 1 by 3 ഇങ്ങനെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ എഫ് ഡാഷ് എക്സ് എടുക്കുക. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 1 by 3 ഇൻറ്റു ഇതൊരു എക്സ് റേസ് ടു 1 by 3 എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1 by 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഓൾ റേസ് ടു 1 by 3 മൈനസ് 1, അതായത് മൈനസ് 2 by 3 ഇൻറ്റു ഈ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ്, അതായത് 2x മൈനസ് 1. ഇങ്ങനെ കിട്ടി. ഇതാണ് എഫ് ഡാഷ് എക്സ്. ഇത് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. അപ്പം ഇത് 0 ആവണമെങ്കിൽ ഇതൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഇയാൾ 0 ആവണം, അല്ലെങ്കിൽ ഇയാൾ 0 ആവണം. അതായത് ഒന്നെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഓർ 2x മൈനസ് 1 ഈക്വൽ ടു 0. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 0 എന്ന് പറയുമ്പോഴേ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് റിയൽ റൂട്ട് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac എടുക്കുക. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ ഇവിടെ ബിയുടെ സ്ഥാനത്ത് മൈനസ് 1, 4 ഇൻറ്റു 1 ഇൻറ്റു 1, അതായത് 1 മൈനസ് 4 മൈനസ് 3 ആണ് വരുന്നത്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആണെങ്കിൽ ഇതിന് റിയൽ റൂട്ട് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊരിക്കലും പോസിബിൾ അല്ല. ഈ കിടക്കുന്ന എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഒരിക്കലും 0 ആവില്ല. പിന്നെ ചാൻസ് ഉള്ളത് 2x മൈനസ് 1 ഈക്വൽ ടു 0 ഒക്കെയാണ്. അതിൻ്റെ അർത്ഥം 2x ഈക്വൽ ടു 1, അതായത് x ഈക്വൽ ടു 1 by 2. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇതിന് ഒറ്റയ്ക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ, x ഈക്വൽ ടു 1 by 2. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എഴുതി പോയിന്റ്സ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. ഇനി കൂടാതെ നമുക്ക് ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ് എടുക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കിട്ടിയേക്കുന്നത് x ഈക്വൽ ടു 1 by 2. അപ്പോൾ ഈ x ഈക്വൽ ടു 1 by 2 എഫ് ഓഫ് ഇതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 by 2 ഇൻറ്റു 1 by 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 by 2 പ്ലസ് 1 ഓൾ റേസ് ടു 1 by 3 എന്ന് കിട്ടി. അതായത് ഇവിടെ മൈനസ് 1 by 4 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 by 4 ഓൾ റേസ് ടു 1 by 3 ഇങ്ങനെ കിട്ടി. 3 by 4 ഓൾ റേസ് ടു 1 by 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്തായാലും ലെസ് ദാൻ 1 ആണെന്ന് ഉറപ്പാണ്. വേറെ ഒന്നും ഉറപ്പില്ലെങ്കിലും ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത് നമുക്ക് ഈ എൻഡ് പോയിന്റ്സ് കൊടുക്കാം. എക്സ് ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 0 ഇൻറ്റു 0 മൈനസ് 1 പ്ലസ് 1 ഓൾ റേസ് ടു 1 by 3. അതായത് ഇത് 0 ആയിപ്പോയി. ബാക്കിയുള്ളത് 1 റേസ് ടു 1 by 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം 1 എന്ന് കിട്ടി. ഇനി അടുത്തത്
അടുത്ത എൻഡ് പോയിന്റ് എക്സ് ഈക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് 1 റൈസ് ടു 1/3. ഇത് 0. അപ്പോൾ 1 ഇൻറ്റു 0 പറഞ്ഞാൽ 0, 0 പ്ലസ് 1 1, 1 റൈസ് ടു 1/3 പറഞ്ഞാൽ 1. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ പറയുന്നത് 1 ആണ്. ആ മാക്സിമം വാല്യൂ വരുന്നത് എക്സ് ഈക്വൽ ടു 0-ലും എക്സ് ഈക്വൽ ടു 1-ലുമാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ 1 ആണ്.